ഹായ് എവരിബഡി, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദി ദം ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഉപയോഗിക്കുന്ന ബിരിയാണിയുടെ മസാലയൊക്കെ ചേർക്കുന്ന പോലെയല്ല, ഇത് വേറെ പച്ച മസാല കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെയാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 1/2 കിലോ സവാള, അത് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞ് അതിൻ്റെ അല്ലികളൊക്കെ വിടർത്തിയെടുക്കുക. കൂടി പിടിച്ചിരിക്കുന്ന അല്ലികളൊക്കെ വിടർത്തി എടുത്തിട്ട് ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്കൊരു 1/2 ലിറ്ററിന് മുകളിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. കുക്കിംഗ് ഓയിൽ ഏതും ആകാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ എണ്ണയൊന്ന് ചൂടായി വരണം. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതങ്ങനെ ഇട്ട് സവോള നന്നായിട്ട് ഇളക്കി അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ വറുത്ത് കോരിയെടുക്കും. ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കും. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ താഴെ വെച്ച് ഇത് ചെയ്യാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ സവോള വറുത്ത് ഒരു ഗോൾഡൻ ബ്രൗണായി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ വെക്കാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണമയം പൂർണ്ണമായിട്ട് വലിഞ്ഞിട്ട് നല്ല കരികരിപ്പായിട്ട് കിട്ടും. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് പെരുംജീരകവും 8 ഏലക്കായും 8 ഗ്രാമ്പുവും ഒരു 5 വലിപ്പമുള്ള സൈസ് പട്ടയും കൂടി പൊടിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ 1 കിലോ ഇറച്ചി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 നാരങ്ങയുടെ നീര്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 4 ടേബിൾ സ്പൂണ്, ഉപ്പ് ഒരു 1.5 ടേബിൾ സ്പൂണ്, അത് പച്ചമുളക് ചതച്ച് ഒരു 10 എണ്ണം, പിന്നെ ഒരു 1/2 കപ്പ് മല്ലിയിലയും പുതിനയിലയും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയുടെ ഒരു പാതി പോർഷൻ കൂടെ ചേർത്ത് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പിൻ്റെ അളവ് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇതാണ് ഒരു കറക്റ്റ് അളവിലാണ് നമ്മൾ പറയുന്നത്. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടുതലാക്കാം, കുറവാണെങ്കിൽ കുറവാക്കാം. അങ്ങനെ ഈ ചതച്ച പച്ചമുളക് ഇട്ട് നമ്മൾ പകുതി മസാല പൊടിയും കൂടി ഇട്ടിട്ട് അത് നമുക്ക് ഇളക്കി ചേർക്കാം. മസാലപ്പൊടി ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതും ഇതേപോലെ ആണെങ്കിൽ നന്നായിരിക്കും, ഇതിൻ്റെ ഒരു അളവ് കറക്റ്റായിരിക്കും. ഇനി മസാലപ്പൊടിയും ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന 1/2 കിലോ സവോളയിൽ 1/4 കിലോ സവോളയുടെ വറുത്ത കോരി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. 1 കപ്പ് എണ്ണ, നമ്മൾ ഈ സവോള വറുത്ത എണ്ണ തന്നെ മതി, അത് 1 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 കപ്പ് തൈര് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. തൈര് ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം. പുളിയുള്ള തൈരാണെങ്കിൽ അളവ് കുറയ്ക്കുക. പുളിയുള്ള തൈരാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വല്ലാത്ത പുളിമയം ഉണ്ടാകും, പുളി ചൊവയുണ്ടാകും. അതുകൊണ്ട് ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ നാരങ്ങാനീര് ഒഴിവാക്കിക്കൊള്ളുക. ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കാതിരിക്കുക. നല്ല കട്ട തൈര്, പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കുക. അങ്ങനെ എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ടൊരു 4 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ മാരിനേഷൻ കഴിഞ്ഞ് നമ്മൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കുക. അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ട് കുറയ്ക്കുകയും ചെയ്യാം. ഇതൊരു ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് വറുത്ത് കോരി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരി 1 കിലോ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വാരി 1 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അരി അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 കറുവാപ്പട്ട ഇട്ട് കൊടുക്കുക, ഒരു 5 ഏലക്കായും 5 ഗ്രാമ്പുവും 1 തക്കോലവും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. നെയ്ക്കകത്ത് തന്നെ അത് ചൂടായി വരണം. അതിനുശേഷം നമ്മളൊരു ബേ ലീഫ്, 1 ഇല, 1-2 ഇല, അത് ഒന്ന് ചെറുതായിട്ട് കഷ്ണിച്ച്
നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മളൊരു 3 ലിറ്റർ നല്ലപോലെ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച വെള്ളമാണെങ്കിൽ നമ്മൾ അരി വേകാൻ എളുപ്പമാണ്, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കാൻ പറയുന്നത്. അങ്ങനെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കുക. അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരു 3-3.5 ടീസ്പൂൺ അളവിനിട്ട് കൊടുത്താൽ നന്നായിരിക്കും. ഉപ്പ് കൂടുതൽ വേണം. ഈ വെള്ളത്തിന് നല്ല ഉപ്പിൻ്റെ രുചി ഉണ്ടെങ്കിൽ നമ്മളുടെ റൈസിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കും, അത് കറക്റ്റ് ആയിരിക്കുള്ളൂ. ഉപ്പിൻ്റെ അളവ് കുറയ്ക്കേണ്ട. 3-3.5 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. അതൊന്ന് നോക്കി നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു അരമുറി നാരങ്ങയുടെ നീര് അത് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ, നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ എണ്ണയുണ്ട്, ആ എണ്ണ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ 3-3.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അരി തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ്. റൈസ് ഓരോന്നും വിട്ട് ഇരിക്കാനാണ് നമ്മൾ എണ്ണമയം ചേർക്കുന്നത്. ഇതുകൂടെ ചേർത്ത് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് പുതിനയുടെ ഇലയും അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം തിളയ്ക്കാൻ അനുവദിക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അത് വെള്ളത്തിൽ നിന്ന് എടുത്ത് വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തതിന് ശേഷം ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാട് സമയം വേകേണ്ടതില്ല. നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് സമയം വേകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു 3-4 മിനിറ്റ് വെന്ത് കഴിയുമ്പം ഒരു 50% വേവും. ആ സമയത്ത് ഇതിൻ്റെ പകുതി റൈസ് നമ്മൾ കോരി മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ ദം ഇടുമ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ബാക്കി വന്ന റൈസ് വീണ്ടും ഒരു 4 മിനിറ്റോളം വേവിച്ച് കഴിയുമ്പോൾ ഇതൊരു 75 മുതൽ 80% വരെ വെന്ത് കിട്ടും. അത് വെള്ളം ഊറ്റി മാറ്റി വയ്ക്കുക. അത് നമ്മൾ സെക്കൻഡ് ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ 2 ലെയറായിട്ട് ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ താഴത്തെ ലെയർ പെട്ടെന്ന് കൂടുതൽ ചൂടടിച്ച് വേകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് 2 ലെവലിൽ നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമ്മുടെ അരിയുടെ വേവിച്ചനുസരിച്ച് 2 വ്യത്യസ്ത രീതിയിലാണ് വെന്ത് വരുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ ഒരു പകുതി വെന്തതും രണ്ടാമതൊരു 75 മുതൽ 80% വരെ വെന്തതും ടോപ്പ് ലെയറായിട്ട് ഇടുന്നത്. ഇങ്ങനെ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മളൊരു പാത്രം എടുക്കുക. ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കന് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ പീസുകൾ മുഴുവൻ മാരിനേറ്റ് ചെയ്ത പീസുകൾ മുഴുവൻ നേരത്തെ തന്നെ വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിന് മേലെ നമ്മൾ റൈസ് ലെയറാക്കുന്നതാണ്, അതുകൊണ്ട് കഴിവതും നിരന്നിരിക്കണം. ഇതുപോലെ നമ്മൾ മുഴുവനും ചിക്കൻ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യമേ പകുതി വേവിൽ കോരി വെച്ചിരിക്കുന്ന റൈസ് അതിന് മുകളിൽ വെതറി കൊടുക്കുക. ഒരു പ്രസ് ചെയ്യരുത്, ഒരു കാരണവശാലും പ്രസ് ചെയ്യരുത്, ചുമ്മാ ജസ്റ്റ് ഒന്ന് വെതറി ഇടുകയേ ചെയ്യാവുള്ളൂ. അതങ്ങനെ വെതറി കൊടുക്കുക. ഫസ്റ്റ് ലെയർ ആ പകുതി വെന്ത റൈസ് ഇട്ടതിന് ശേഷം സെക്കൻഡ് ലെയർ നമ്മൾ രണ്ടാമതെടുത്ത് വെച്ചിരിക്കുന്ന 75-80% വെന്ത ആ ലെയർ റൈസ് ഇട്ട് കൊടുക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ അടിഭാഗത്തിരിക്കുന്ന റൈസ് കൂടുതൽ വെന്ത് പോകും. മുകളിലത്തെ റൈസ് വേവ് റെഡിയായി വരുമ്പം അടിയിലത്തെ റൈസ് കൂടുതൽ വെന്ത് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ 2
സ്റ്റേജിൽ നമ്മൾ റൈസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവൻ റൈസും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊരു കാരണവശാലും പ്രസ് ചെയ്യരുത്. അതിനുശേഷം നമ്മൾക്ക് ഒരല്പം കളർ ചേർക്കാം. ശരിക്കും സഫ്രോൺ പാലിനകത്തിട്ടിട്ട് അതാണ് ഒഴിക്കേണ്ടത്. നമുക്കിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ലെമൺ യെല്ലോ കളറ് ഒരു 4-5 ഡ്രോപ്സ് എടുത്തിട്ട് അത് സ്വല്പം വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിന് പൈനാപ്പിൾ എസൻസാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. നമ്മൾ ഈ ചെമ്പ് തുറക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലും അതിനൊരു പ്രത്യേക ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വെതറി അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടി അതുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2-3 പച്ചമുളക് വട്ടം കണ്ടിച്ച് അത് ഇട്ട് കൊടുക്കുക. അത് കൂടുതൽ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതലിടാം. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂടുതലോ കുറയ്ക്കുകയോ ചെയ്യാം. മിനിമം 2 പച്ചമുളകെങ്കിലും വേണം. അതുകൂടെ ഇട്ട് അതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന നമ്മുടെ സവാള, ബാക്കി 50% ആണ് നമ്മൾ 1/2 കിലോയിൽ 1/4 കിലോ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ എടുത്തത്. ബാക്കിയിരിക്കുന്ന ആ വറുത്ത സവാള ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പും കിസ്മിസും അതിന് മുകളിൽ വിതറി കൊടുക്കുക. ഇതും തികച്ചും ഓപ്ഷനിലാണ്, അവനുണ്ട് താല്പര്യത്തിനനുസരിച്ച്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇടണ്ട. ഇട്ടാൽ കുറേ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു 4 ടേബിൾ സ്പൂൺ അളവിന്, അല്ല 5 ടേബിൾ സ്പൂണുള്ളൂ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 5-6 എത്ര വേണ്ട, ഒരുപാടാകണ്ട. 4-5-6 അതിന് ഇടയിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നെയ്യ് ഒഴിച്ച് അത് നിരപ്പായി. നെയ്യ് ഒഴിക്കുമ്പോൾ അത് നിരത്തി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരിടത്തായിട്ട് ഒഴിക്കരുത്, നിരത്തി ഒഴിച്ചു കൊടുക്കുക. നിരത്തി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇനി ഇത് അലുമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് റാപ്പ് ചെയ്യാം. ഇതിൽ നിന്ന് ഒരിക്കലും ആവി പുറത്ത് പോകാത്ത രീതിയിൽ അത് നന്നായിട്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കുക. അലുമിനിയം ഫോയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ 4 എല്ലാ അരിയും ചുറ്റും നന്നായിട്ട് ആ പാത്രത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒരിക്കലും ഇതിനുള്ളിൽ നിന്ന് ആവി പുറത്ത് പോകാതിരിക്കാനാണ് ഈ ഫോയിലിന് നമ്മളിങ്ങനെ പൊതിഞ്ഞ് വയ്ക്കുന്നത്. ചുറ്റും പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കവർ കൊണ്ട് അല്ല അടപ്പ് കൊണ്ട് അതങ്ങ് വയ്ക്കുക. ഇപ്പം നമ്മളിവിടെ അടപ്പ് മറിച്ചാണ് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാത്രം സ്വല്പം ചെറുപ്പമായിരുന്നുകൊണ്ട് അതിലേക്ക് മുഴുവനായിട്ട് വെച്ചപ്പോഴത്തേക്കും ഒന്ന് തിരിച്ചു വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അടപ്പ് മറിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് ഒരു വെയിറ്റ് വയ്ക്കുക. വെയിറ്റിന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതതിന് മുകളിൽ വയ്ക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മളൊരു ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു. ഹൈ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റോളം വെച്ച് കൊടുക്കുക. 6 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം. നമ്മുടെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി അത് വേകാനുള്ളതാണ്. അത് റൈസിന് ചെറിയ വേവിച്ച് ബാക്കിയുണ്ട്.
അങ്ങനെ 6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ തീ മീഡിയം ഫ്ലെയിമിൽ അല്പം താത്ത് ഒരു 10 മിനിറ്റോളം വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിലുള്ള പഴയ തവയോ അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തട്ടോ എന്തെങ്കിലും ഒന്ന് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്നിടം വരെ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടായി വന്നതിന് ശേഷം നമ്മൾ തീ കുറയ്ക്കുക. തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളുടെ ബിരിയാണി റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രം അതിലേക്ക് എടുത്ത് വയ്ക്കുക. അത് ചെറിയ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റോളം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയാകും, നന്നായിട്ട് ദമ്മാകും. ഇനി നമുക്കിത് എടുത്ത് തുറന്ന് നോക്കാം. ഈ സമയം നമ്മുടെ ബിരിയാണി ചെമ്പ് ഇത് പൊട്ടിക്കുന്ന സമയം ഭയങ്കര നല്ല ഒരു സ്മെല്ലും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ല അടിപൊളി സ്മെല്ലായിരിക്കും. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഏത് രസമായിരിക്കുന്നത് കാണാനായിട്ട്. ഇതുപോലെ നമ്മുടെ ബിരിയാണി റെഡി ആയതിനു ശേഷം നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചൊരു പ്ലേറ്റിലേക്കൊന്ന് എടുത്ത് ഞാൻ കാണിച്ചു തരാം. അത് വെന്തതെന്തുമൂലം എങ്ങനെയാണ് വെന്തതെന്നുള്ളത് കാണിക്കാൻ. നമ്മുടെ റൈസ് ഇപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ആ 2 ലെയറും ഒരേപോലെ വെന്ത് കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ 2 ലെയറും ഒരുപോലെ വെന്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് അല്പം റൈസും അതുപോലെ നമ്മുടെ ടോപ്പ് അപ്പ് ചെയ്തിരിക്കുന്ന സവാള വറുത്തതും കിസ്മിസും എല്ലാം കൂടി എടുക്കുക. ഇതിൻ്റെ ഒരു പീസ് നമുക്ക് ഇറച്ചി എടുത്തിട്ട് അത് എങ്ങനെയുണ്ട് അതിന് വേവിച്ച എന്നുള്ളത് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനൊരു കത്തി എടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒരല്പം മസാലയും ചിക്കൻ്റെ പീസും കൂടെ എടുക്കുക. ഇത് കണ്ട നമ്മളുടെ ഇറച്ചി നല്ല ഒന്നാം തരമായിട്ട് കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലും എല്ലാം ആ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിരിക്കും. ഇത് നമ്മൾ സാധാരണ നമ്മുടെ കോഴിക്കോടൻ ബിരിയാണി, മലപ്പുറം ബിരിയാണി ആ ഒരു സ്റ്റൈലൊന്നുമല്ല. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. ഇത് ആക്ച്വൽ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി തന്നെയാണിത്. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതുള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒക്കേഷനിലോ അങ്ങനെയുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന സമയങ്ങളിലൊക്കെ ചെയ്ത് നോക്കാവുന്നൊരിതാണ്. ഇതിങ്ങനെ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു.